ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. 50 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് കോടതി നിർണായകമായ ഈ തീരുമാനം എടുത്തത്. ഇവിടെ ED ആരോപിക്കുന്നത് പോലെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത് കോടതിയാണ്. ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് കേസു കേൾക്കുന്ന ജഡ്ജിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ജാമ്യം അനുവദിക്കുന്നതിനെതിരെ ED ഉന്നയിച്ച വാദങ്ങൾ പരിഗണിക്കേണ്ടതാണ് എന്നും കോടതി സമ്മതിച്ചു. എന്നാൽ പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയല്ല. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ദേശീയ തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുവാനുള്ള അവസരം കേജ്രിവാളിന് നിഷേധിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഭരണകൂടത്തിൻ്റെ കഠിനമായ എതിർപ്പ് അവഗണിച്ചാണ് കോടതി പ്രതിയുടെ അവകാശങ്ങൾ അംഗീകരിച്ചത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതികൾ സ്വതന്ത്രമാണ് എന്ന സന്ദേശമാണ് ഈ വിധി നൽകുന്നത്. തെക്കുകിഴക്കൻ ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ചബാർ. ഈ തുറമുഖം വികസിപ്പിക്കാനായിട്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ തിങ്കളാഴ്ച കരാർ ഒപ്പുവച്ചു. അടുത്ത 10 വർഷം കൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഈ തുറമുഖം വളർത്താനാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇറാനുമായി ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് സാമ്പത്തിക ഉപരോധം നേരിടേണ്ടി വരും എന്നാണ് അമേരിക്കയുടെ ഭീഷണി. പല മേഖലകളിലും അമേരിക്ക ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തുറമുഖത്തിൻ്റെ വികസനം മധ്യ ഏഷ്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് വഴിയൊരുക്കും എന്നാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. ഈ പദ്ധതിക്ക് അമേരിക്കയുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്കു മാത്രമല്ല അഫ്ഗാനിസ്ഥാനും ഈ പദ്ധതി കൊണ്ട് വലിയ നേട്ടമുണ്ടാകും. പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ വികസിപ്പിച്ച ഗദാർ തുറമുഖം ഇവിടെ നിന്നും കേവലം 170 കിലോമീറ്റർ അകലത്തിലാണ്. ചബാറിൻ്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു മുന്നറിയിപ്പാണ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വ പദവിയില്ലാത്ത നിരീക്ഷകന്റെ സ്ഥാനത്താണ് ഇപ്പോൾ പാലസ്തീൻ. ഇത് പൂർണ്ണ അംഗത്വ പദവിയായി മാറ്റണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം കഴിഞ്ഞ ആഴ്ചയിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പാസാക്കി. ഇന്ത്യ അടക്കം 143 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ അനുകൂലിച്ചു. 25 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. അമേരിക്കയും ഇസ്രായേലും അടക്കം 9 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. പാലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വ പദവി നൽകണം എന്ന നിർദ്ദേശത്തോട് അമേരിക്കയും അനുകൂലമാണ്. എന്നാൽ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ചർച്ച നടത്തി ഒരു ധാരണയിലെത്താതെ അംഗത്വം നൽകുന്നതിനോട് അമേരിക്ക യോജിക്കുന്നില്ല. ഒരു തീവ്രവാദി രാഷ്ട്രത്തിനുള്ള ക്ഷണമായിട്ടാണ് ഈ പ്രമേയത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഇപ്പോഴത്തെ പ്രമേയം രക്ഷാസമിതിയോടുള്ള ഒരു ശുപാർശ മാത്രമാണ്. ഇതിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം രക്ഷാസമിതിക്കാണ്. ഇവിടെയും അമേരിക്ക ഈ പ്രമേയത്തെ അനുകൂലിക്കില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ 194 അംഗമായി പാലസ്തീനെ അംഗീകരിക്കണം എന്ന് ശുപാർശ ചെയ്യുന്ന പ്രമേയം
ജനറൽ അസംബ്ലി പാസാക്കിയത് കഴിഞ്ഞ ആഴ്ചയിലാണ്. പാലസ്തീൻ രാഷ്ട്രം എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. വെസ്റ്റ് ബാങ്കും പൂർവ്വ ജെറൂസലേമും ഗാസയും ചേർന്നതാണ് പാലസ്തീനായി നീക്കിവച്ചിരുന്ന പ്രദേശങ്ങൾ. വെസ്റ്റ് ബാങ്കും പൂർവ്വ ജെറൂസലേമും ഇസ്രയേലി പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. വടക്കൻ ഗാസ ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു. ഹമാസിന് അല്പമെങ്കിലും സ്വാധീനമുള്ള സ്ഥലമാണ് തെക്കൻ ഗാസയിലെ റാഫ. ഈ പ്രദേശം ഇസ്രായേലിൻ്റെ ആക്രമണം നേരിടുകയാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിനോട് അമേരിക്കയും യോജിക്കുന്നു. എന്നാൽ ആദ്യം ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കണം എന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊരു ചർച്ച നടക്കില്ല. പാലസ്തീനെ അംഗീകരിച്ചതിന് ശേഷം ചർച്ച നടത്താം എന്നാണ് സ്പെയിനിൻ്റെ നിർദ്ദേശം. യൂറോപ്പിൽ വളരെ പ്രചാരമുള്ള ഒരു സംഗീത പരിപാടിയാണ് യൂറോവിഷൻ. യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയനാണ് വർഷം തോറും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. തലേ വർഷത്തെ അവാർഡ് ജേതാവിൻ്റെ രാജ്യത്താണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ വർഷം അവാർഡ് നേടിയത് സ്വീഡനിൽ നിന്നുള്ള ഒരു ഗായകനാണ്. തന്മൂലം ഈ വർഷം മത്സരങ്ങൾ സ്വീഡനിലാണ് നടന്നത്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇസ്രായേലിൽ നിന്നുള്ള ഗായകരെ അനുവദിക്കരുത് എന്ന് പാട്ടു കേൾക്കാൻ എത്തിയവർ ആവശ്യപ്പെട്ടു. ഇതോടെ സദസ്സ് അലങ്കോലമാവുകയും സംഗീത പരിപാടി തടസ്സപ്പെടുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ പേരിൽ നേരത്തെ റഷ്യയെ ഒഴിവാക്കിയതുപോലെ ഇസ്രായേലിനെ മാറ്റി നിർത്തണം എന്ന ആവശ്യം സംഘാടകർ അംഗീകരിച്ചില്ല. ഇത് ഒരു സംഗീത പരിപാടിയാണെന്നും തങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നുമായിരുന്നു സംഘാടകരുടെ പ്രതികരണം. എന്നാൽ ഇസ്രായേൽ ഗായകരെ വലിയ കൂക്കുവിളികളോടെയാണ് സദസ്സ് സ്വാഗതം ചെയ്തത്. പാലസ്തീനെ അനുകൂലിക്കുന്നവർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈന സന്ദർശിച്ചു. കഴിഞ്ഞ വർഷം ഷീ ജിൻപിങ് റഷ്യ സന്ദർശിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ സന്ദർശനം എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം മൂലം റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതിൽ നിന്നും മോചനം നേടാൻ റഷ്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യമാണ് ചൈന. സാമ്പത്തിക ഉപരോധം അവഗണിച്ചാൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ആന്റണി ബ്ലിങ്കൻ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നതാണ് ചൈനയുടെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈന ഇടപെടണം എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ആഗ്രഹിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ അവഗണിച്ച് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ശ്രമങ്ങൾ വിജയിക്കില്ല എന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ്. ചൈന റഷ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനെ ആശങ്കയോടെയാണ് അമേരിക്ക കാണുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നവംബറിലാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും വിജയം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതേ തുടർന്ന് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ബൈഡൻ്റെ തീരുമാനം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ
അമേരിക്കൻ വിപണി കീഴടക്കുന്നു എന്നൊരാക്ഷേപം നേരത്തെ തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷം 428 ദശലക്ഷം ഡോളറാണ് ചൈന നേടിയത്. എന്നാൽ അമേരിക്ക ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ നിന്നും നേടിയത് 128 ദശലക്ഷം ഡോളറാണ്. ഈ അസന്തുലിതാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചത്. ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്ന അമേരിക്കക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ ആശങ്കയോടെയാണ് അമേരിക്കയിലെ കാർ നിർമ്മാതാക്കൾ കാണുന്നത്. ഈ കമ്പനികൾ അടച്ചുപൂട്ടേണ്ടി വന്നാൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്നും വ്യവസായികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചൈനയുടെ ഭീഷണി തീരെ ചെറുതല്ല എന്നാണ് ഈ നികുതി വർധനവ് സൂചിപ്പിക്കുന്നത്. വടക്കൻ കൊറിയക്കാരായ 3 പേരോടൊപ്പം ക്രിസ്റ്റീന ചാപ്മൻ അമേരിക്കയിൽ അറസ്റ്റിലായി. ഈ അമേരിക്കൻ വനിത കൊറിയക്കാരോടൊപ്പം ചേർന്ന് ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് പോലീസ് നടപടി. അറസ്റ്റിലായ 3 വിദേശികളും ഉന്നത വിദ്യാഭ്യാസം നേടിയ കമ്പ്യൂട്ടർ വിദഗ്ധന്മാരാണ്. ക്രിസ്റ്റീന ചില അമേരിക്കൻ പൗരന്മാരുടെ രേഖകൾ മോഷ്ടിക്കുകയും അതുപയോഗിച്ച് വ്യാജ ഐഡികൾ നിർമ്മിച്ച് ഇവർക്ക് നൽകുകയും ചെയ്തു. ഈ ഐഡി ഉപയോഗിച്ച് അമേരിക്കയിലെ പ്രസിദ്ധമായ പല IT കമ്പനികളിലും ഇവർ ഉദ്യോഗം നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരൊക്കെ അമേരിക്കൻ പൗരന്മാരാണ് എന്ന ധാരണയിലാണ് കമ്പനികൾ ഇവർക്ക് നിയമനം നൽകിയത്. ശമ്പളമായി ലഭിച്ച പണം ഇവർ കൊറിയയിലേക്ക് അയക്കുകയും ചെയ്തു. പണം മാത്രമല്ല, അമേരിക്കയെ സംബന്ധിക്കുന്ന തന്ത്രപ്രാധാന്യമുള്ള പല വിവരങ്ങളും ഇവർ മാതൃരാജ്യത്തിന് കൈമാറിയിട്ടുണ്ടാകും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ധനനഷ്ടവും ഡേറ്റ നഷ്ടവും ഉണ്ടായി. എന്നാൽ അതിലും വലുതാണ് മാനക്കേട്. ഓസ്ട്രേലിയയിലെ ഒരു സംസ്ഥാനമാണ് ടാസ്മാനിയ. പണ്ട് ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ക്രൗദർ വില്യമിൻ്റെ പടുകൂറ്റൻ പ്രതിമ ചില ആക്രമികൾ ചേർന്ന് അടിച്ചു തകർത്തു. നേരത്തെ തന്നെ ഈ പ്രതിമയുടെ കാലുകൾ മുറിച്ചു മാറ്റിയിരുന്നതാണ്. ഈ പ്രതിമ നീക്കം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ആക്രമണം ഉണ്ടായത്. ക്രൗദർ വില്യം ടാസ്മാനിയയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വില്യം ലാണി എന്ന ആദിവാസിയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടി തന്മൂലം ഈ പ്രധാനമന്ത്രിയുടെ പ്രതിമ നീക്കം ചെയ്യണം എന്നത് ആദിവാസി സമൂഹം ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരാവശ്യമാണ്. എന്നാൽ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഈ പ്രതിമ നിലനിർത്തണം എന്നാണ് എതിർഭാഗം വാദിക്കുന്നത്. ഓസ്ട്രേലിയയുടെ യഥാർത്ഥ അവകാശികൾ ആദിവാസികൾ ആണെന്നും തങ്ങളുടെ പൂർവികർ ഇവരോട് മോശമായി പെരുമാറിയെന്നും അംഗീകരിക്കുക മാത്രമല്ല ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നവരാണ് ഇപ്പോൾ ഈ നാട് ഭരിക്കുന്നത്. പുരാവസ്തുക്കൾ നശിപ്പിച്ചാൽ ചരിത്രം മാറില്ല എന്ന് ഇവർ തിരിച്ചറിയുന്നു. പണമിടപാടുകൾ ഡിജിറ്റലായി നടത്താനാണ് ഒട്ടുമിക്ക പേരും ഇഷ്ടപ്പെടുന്നത്. പണമായി കൊണ്ടുപോയാൽ നഷ്ടപ്പെടാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുണ്ട്. കൈമാറുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തുക എന്നതും ബാധ്യതയാണ്. പണം കൈമാറുന്നത് ഡിജിറ്റൽ ആയതോടെ ഇതിൽ നിന്നൊക്കെ മോചനം നേടി. എന്നാൽ ഫോൺ അല്ലെങ്കിൽ ATM കാർഡോ ഇല്ലാതെ ഇപ്പോഴും പണമിടപാടുകൾ നടത്താൻ കഴിയില്ല. ഇവ നഷ്ടപ്പെട്ടാൽ അത് തിരികെ ലഭിക്കുന്നതുവരെയുള്ള മാനസിക പ്രയാസം ഒട്ടും ചെറുതല്ല. തന്നെയുമല്ല, വ്യാജ കാർഡ് നിർമ്മിക്കാനും നമ്മുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം തട്ടിയെടുക്കാനുമുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്ന
ഒരു സംവിധാനം അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാം പേ സിസ്റ്റം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഫോണോ കാർഡോ ആവശ്യമില്ല. സ്വന്തം കൈപ്പത്തി ഉപയോഗിച്ചാണ് ഇടപാട് നടത്തുന്നത്. ആർക്കും അപഹരിക്കാനോ കോപ്പിയെടുക്കാനോ കഴിയാത്ത സ്വന്തം കൈപ്പത്തി കാർഡ് പോലെ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തുന്ന കാലം വിദൂരമല്ല. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. പ്രിയ ശ്രോതാക്കളെ, പ്രക്ഷേപണ വൈവിധ്യങ്ങളുടെ തനിമയിൽ നമുക്കൊരുമിക്കാം ശബ്ദാവതരണങ്ങളുടെ ഈ വഴിത്താരയിൽ. ജൻവാണി 90.8 FM.